നോക്കൂ, ഉണ്ണി ബാലകൃഷ്ണൻ കൂടി പറയുന്നു, ചേലക്കരയിൽ 2016 വോട്ടിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ചേലക്കരയിൽ 2016 ഇപ്പോൾ യു ആർ പ്രദീപിന്റെ വോട്ട്. അല്ല കുറയല്ലേ ഇത്? അങ്ങനെ കൂടുന്നത് ആര് പറഞ്ഞു? ഓരോ സ്ഥലങ്ങളിലും കൂടുകയാണ്. 150 വോട്ട് കൂടി. എത്ര കൂടി? 150 കൂടി. അപ്പൊ 10,000 മുകളിൽ പോകും. നോക്കാം. അതാണ് അത് വേറെ കണക്കാ. അത് വേറെ കണക്കാ. ഇഞ്ചോടിഞ്ച് പൊരിഞ്ഞ പോരാട്ടം, പ്രവചനാതീതം. അതാണ് ചേലക്കരയിൽ സംഭവിക്കുന്നത്. ചേലക്കരയുടെ രാഷ്ട്രീയ മണ്ണ് നമ്മൾ നേരിട്ട് പോയി പൾസെറിഞ്ഞതല്ലേ. അവിടെ രാധേട്ടൻ എന്നാണ് അവർ പറയുക, പ്രദീപിനെ പോലും രാധേട്ടൻ എന്നാ വിളിക്കുക. പക്ഷെ എങ്കിൽ പോലും ആ മണ്ഡലം ചുവന്നു തന്നെ ഈ പറയുന്ന ഇപ്പൊ എണ്ണിക്കൊണ്ടിരിക്കുന്ന മണ്ഡലത്തിൽ സ്വാധീനം ആർക്കാണ്? ഇടതുപക്ഷത്തിനാണോ യു ഡി എഫിനാണോ? ചേലക്കരയിൽ ഇടതുപക്ഷത്തിനാണ്. ഇടതുപക്ഷത്തിനാണ്. രണ്ടും അവിടെ രണ്ടിടത്തും ഇടതുപക്ഷത്തിനാണ്. മെച്ചപ്പെടുത്തി. അതെ, അവിടെ 150 വോട്ടിന്റെ വർധനയിലേ ഉള്ളൂ. അത് പോരാ. ഇനി വരാനിരിക്കുന്ന യു ഡി എഫ് ചേലക്കരയിൽ മാത്രം. പാലക്കാടേക്ക് വരുമ്പോ അതങ്ങനെയല്ല. അല്ല, പഞ്ചായത്തുകളുടെ സ്വഭാവം വെച്ചാൽ നമ്മൾ പറയാം. ഇതിപ്പം ചേലക്കരയും പിന്നെ ചേലക്കരയും വരവൂരും ആ രണ്ട് അതെ, ആ രണ്ട് പഞ്ചായത്തുകളും എന്ന് പറഞ്ഞാൽ ആ രണ്ട് പഞ്ചായത്തുകളും ഇടതുപക്ഷത്തിന് സ്വാധീനവും ആധിപത്യമുള്ള പഞ്ചായത്തുകളാണ്. അവിടെ നല്ല ലീഡ് വേണം. എന്നാലേ നമുക്ക് യു ഡി എഫിന്റെ ഇനി വരാനിരിക്കുന്ന പഞ്ചായത്തുകളിൽ നിന്നുള്ള ലീഡിനെ മറികടക്കാം. അതേപോലെയാണ് പാലക്കാട്. ആകെയുള്ള 9 പഞ്ചായത്തിലെ 3 പഞ്ചായത്തിലെ യു ഡി എഫിന്റെ ലീഡ് നാമമാത്രമായിരുന്നു 2014-ലും 2021-ലും. 2016 അപേക്ഷിച്ച് എൽ ഡി എഫ് ലീഡ് കൂട്ടിയെന്നാണ് ഞാൻ പറഞ്ഞത്. 2016 അപേക്ഷിച്ച് വരവൂർ പഞ്ചായത്തിലേക്കാൾ 150 വോട്ട് കൂട്ടിയിരിക്കുന്നു ഇത്തവണ. 10,000 ഭൂരിപക്ഷം കിട്ടി 2016 അപേക്ഷിച്ച് കൂട്ടി എന്നുള്ളതാണ് ആ കണക്കുകൾ നമ്മളോട് പറയുന്നത്. ചേലക്കര മണ്ഡലം ഇങ്ങനെ എൽ ഡി എഫ് എടുത്തു എന്ന് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങളുടെ സൂചനകൾ വരുന്നു. ഇനി അതിനെ മറികടക്കാൻ പഴയന്നൂരിനും പാഞ്ഞാളിനും കൊണ്ടാഴിക്കും മുള്ളൂർക്കരയ്ക്കും കഴിയില്ല. ഏകദേശം ഇതൊരു ട്രെൻഡാണെന്ന് പറയേണ്ടി വരും. പഞ്ചായത്തിൽ കടുക്കാൻ സാധ്യതയുണ്ട്. ദേശമംഗലം കഴിഞ്ഞ കുറവായിരുന്നു. അതായത് ദേശമംഗലം കഴിഞ്ഞ തവണ മത്സരിക്കുന്ന സമയത്ത് 2016 യു ആർ പ്രദീപ് മത്സരിച്ച സമയത്ത് കിട്ടിയതിനേക്കാളും 100-ലധികം വോട്ട് കൂടുതലാണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. 2479 ആയിരുന്നു ദേശമംഗലത്തിൽ യു ആർ പ്രദീപ് മത്സരിച്ചപ്പോൾ. നോക്കൂ, ഇനി പ്രിയങ്കയുടെ ഒരു കൗതുകരമായ കണക്ക് വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയ വോട്ടിനേക്കാൾ 4000 വോട്ട് മാത്രമേ പ്രിയങ്ക ഗാന്ധിക്ക് നിലവിൽ കുറവുള്ളൂ ആ 2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ. എന്ന് പറഞ്ഞാൽ 3,61,000 ആയിരുന്ന ഭൂരിപക്ഷം 3 ലക്ഷം കടക്കും എന്നുള്ളത് 3 lakhs above എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. കറക്റ്റ് അല്ലേ? 3,25,000 നമ്മളാണ് പ്രവചിച്ചിരിക്കുന്നത്. 3 ലക്ഷം എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ക്ലിയർ ആയിട്ട് വരും. 3-3.25 ലക്ഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് 2ാം റൗണ്ട് ചേലക്കരയിൽ പൂർത്തിയായിരിക്കുന്നു. 2 റൗണ്ടുകൾ പൂർത്തിയായിരിക്കുന്നു എന്നതാണ് കണക്കുകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദേശമംഗലവും ഇപ്പോൾ എത്രയുണ്ട് എന്നത് നമുക്കറിയണം. ദേശമംഗലത്ത് 2016 ഉണ്ടായിരുന്ന കണക്കിനെ അപേക്ഷിച്ച് എത്രയാണ് കൂടുതൽ? 2016 2479 കിട്ടണം ദേശമംഗലത്ത്. പക്ഷേ ഇത്തവണ ലോക്സഭയിൽ 148 ഉണ്ടായിരുന്നു. ലോക്സഭയിൽ 148 ഉണ്ടായിരുന്നത്. ഇത്തവണ എത്ര കൂടി എന്നുള്ളത് നമുക്കറിയണം. അല്ല, ആദ്യ റൗണ്ടിൽ എത്ര കൂടി? ആദ്യ റൗണ്ടിൽ 1671 കഴിഞ്ഞ തവണ. അത് കൂടി 1771 100 കൂടി 150ഓളം വോട്ടിന്റെ വ്യത്യാസം ഉണ്ടായി. ചേലക്കരയിലെ കണക്കുകളാണ് ഇനി നമ്മൾ പാലക്കാട്ടെ കണക്കുകളിലേക്ക് കൂടി പോകണം. 45,830 വോട്ടുകൾക്ക് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മുന്നിൽ. 2010 വോട്ടുകൾക്ക് ചേലക്കരയിൽ ഇപ്പോൾ യു ആർ പ്രദീപ് ലീഡ്. വയനാട്ടിൽ നോക്കൂ, കഴിഞ്ഞ തവണത്തേക്കാൾ 4000 വോട്ടുകളുടെ കുറവുണ്ട്. അതെ, അല്ലല്ല, അത് കാര്യം 2 റൗണ്ടുകൾ കഴിയുമ്പോഴല്ലേ. അപ്പം 3,61,000 നിന്ന് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പ്രിയങ്ക ഗാന്ധി വളരെ സേഫ് ആണെന്ന് മാത്രമല്ല 3 ലക്ഷം കടക്കും. ഈ ട്രെൻഡ് വെച്ച് നോക്കിയാൽ അവിടെ സത്യൻ മൊകേരി കനത്ത മത്സരമൊന്നും കാഴ്ചവെച്ചിട്ടില്ല എന്ന് കാണാം. നമുക്കറിയേണ്ടത് ഇനി BJP 2ാം റൗണ്ട് ദേശമംഗലം കഴിഞ്ഞ് വള്ളത്തോൾ നഗറാണല്ലോ. പാലക്കാട് സെക്കൻഡ് റൗണ്ടിൽ UDF ആണ് ആ 2ാമത്തെ റൗണ്ടിൽ ലീഡ് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ പതിഞ്ഞ ശബ്ദത്തിൽ പറയേണ്ട കാര്യമല്ല. സെക്കൻഡ് റൗണ്ടിൽ UDF ലീഡ് 3700 വോട്ടുകൾ UDF ലഭിക്കുന്നു. നമ്മളിത് കാണുകയാണ്. 3700 വോട്ടുകൾ ലഭിക്കുന്നു. ഏകദേശം NDAക്ക് 3442, LDFന് 1993. എത്ര വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന്റെ ലീഡ് ചെയ്യുന്നു. ആ റൗണ്ടിൽ മാത്രം ആയിക്കോട്ടെ, റൗണ്ടുകൾ ഇനി അങ്ങോട്ട് വരികയാണ്. BJP ക്യാമ്പുകളിൽ ചങ്കിടി